പ്രവേശിച്ചു കഴിയുമ്പോൾ വതസ്തജീബൂന ബിഹംദിഹി വതഖൂലൂന ഇല്ല ബിസ്തും ഇല്ലാ ഖലീലാ. അല്ലാഹു തആല പറയാ, ജീവൻ ശരീരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ മുഅ്മിനെന്നോ കാഫിറെന്നോ നല്ലവനെന്നോ മോശപ്പെട്ടവനെന്നോ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവനും അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ഖബറിൽ നിന്നിട്ടും എഴുന്നേൽക്കുന്നത്. വസ്തജീബൂന ബിഹംദിഹി, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് എല്ലാവരും ഒളിക്കുത്തരം നൽകുന്നത്. ഖബറിൽ പുറത്തു വന്ന ഈ ജഡങ്ങളിൽ ആത്മാവ് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റിരിക്കുന്ന ഈ ശരീരങ്ങൾ, അവിടെയാണ് യാസീനിലൊക്കെ പറഞ്ഞ അവിശ്വാസികളും തമ്മാടികളുമായ ആളുകൾ അസ്വസ്ഥത പ്രകടിക്കുക. മംബഅസനാ മിൻ മർഖദിനാ, എന്തൊരു ശാന്തമായ സുഖനിദ്രയായിരുന്നു. ആരപ്പ് വിളിച്ചോണ്ടി ചിലപ്പോൾ ഈ സുബൈക്ക് ബാദിമൽ മുട്ടുമുണ്ടല്ലോ, അങ്ങനെ പറയാൻ വയ്യാഞ്ഞിട്ടാ ചിലർക്ക് ഉള്ളിലുണ്ട്. പണ്ടൊരാളുണ്ട് ഇവിടെ താമസിക്കാൻ വന്ന് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം 3-ാമത്തെ ദിവസം തന്നെ മൂപ്പര് റൂം മാറി. അപ്പൊ അന്വേഷണം പറഞ്ഞു, അവിടെ ഭയങ്കര മുട്ടാർ, ഉപയോഗം കൊടുത്തിട്ട് മുട്ടിനെ പറ്റി അവിടെ ഭയങ്കര മുട്ടാന്ന് പറഞ്ഞ്. മൂട്ട കുത്തു കഴിക്കാം, മുട്ടൂല. അപ്പൊ ചുരുക്കം നല്ലൊരു ശാന്തമായ സുന്ദരമായ ഉറക്കമായിരുന്നു. ആരാപ്പത് വിളിച്ചോണ്ടി? ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, 1-ാമത്തെ ഊത്ത് മുതൽ 2-ാമത്തെ ഊത്ത് വരെയുള്ള സമയം ശാന്തമാണ്. അവിടെ നരകമില്ല, സ്വർഗമില്ല. അതുകൊണ്ട് തന്നെ ഈ 2 അവസ്ഥയും അനുഭവിക്കുന്നില്ല. ശാന്തമായ ഉറക്കമായിരുന്നു. ഇപ്പോൾ വിളിച്ചോണത്തിയപ്പോ വല്ലാത്തൊരു പൊറുതിയേടാണ്. 40 കൊല്ലം ഉറങ്ങിയിലിടഞ്ഞെന്ന് ഈ ചൂടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊക്കെ അറിയാം എഴുന്നേറ്റല്ലേ ഇനി എടുക്കാൻ പോണ്ടി വരികയാണ്. ഒരു സുഖമായൊരു അവസ്ഥയായിരുന്നല്ലോ. അപ്പൊ മഹാന്മാരായ മലായികത്തുൽ കിറാം ഒരഭിപ്രായത്തിൽ അവരാ പറയാ, അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള മൂമിനുകൾ പറയും, എന്ത് ഹദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. വർക്കത്തുനിന്ന് വിളിച്ചോന്നല്ല, കള്ളിയിരുന്ന ഞങ്ങൾക്ക് ഹദാ മാ വഅദർ റഹ്മാൻ, റഹ്മാനായ റബ്ബ് മരണാനന്തരം പുനർജീവിതമുണ്ടെന്ന് വായത ചെയ്തില്ലേ, അതാണ്. വസദഖൽ മുർസലൂൻ, അള്ളാഹുവിന്റെ അമ്പിയാ മുർസലുകളൊക്കെ പറഞ്ഞിരുന്നല്ലോ, മരിച്ചതിന് ശേഷം 2ാമത് ജീവിപ്പിക്കും, രക്ഷാശിക്ഷകൾ നൽകപ്പെടും, വിചാരണ ഉണ്ടാവും എന്നൊക്കെ. അത് സത്യമായി പുലർന്നതാണ് എന്ന് പറയപ്പെടും. അപ്പൊ ഇങ്ങനെ 4 പാട് നോക്കി ഇങ്ങനെ നിൽക്കാണ്. ഇനി അവിടെ നിന്നുണ്ട് ഒരു നീണ്ട യാത്ര. അല്ലാഹു എല്ലാ യാത്രകളും നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. നമ്മൾ വിചാരിച്ചേക്കല്ല, വളരെ 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 പ്രയാസകരമായ, ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ, ഒരുപാട് ഘട്ടങ്ങൾ തരണം ചെയ്തു പോകണം നമുക്ക് 2 കേന്ദ്രത്തിലെത്തിപ്പെടാൻ. സ്വർഗം നരകം എന്ന് പറയുന്ന 2 കേന്ദ്രങ്ങളാണ് അവസാനമുള്ളത്. ആ കേന്ദ്രങ്ങൾ എത്തിപ്പെടാൻ നാം മനസ്സിലാക്കിയതുപോലെയല്ല, വളരെ ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ഒരു രൂപത്തിൽ കാണാൻ 1500 കൊല്ലം ദൈർഘ്യം സിറാത്ത് പാലത്തിന് മാത്രമുണ്ട്. മറ്റൊരു രൂപത്തിൽ കാണാൻ 3000 കൊല്ലം സഞ്ചരിക്കേണ്ട ദൂരമാണ് സിറാത്ത് പാലം എന്ന് പറയുന്ന ഒരൊറ്റ സാധനത്തിനുള്ളത്. അത് തന്നെ 1000 കൊല്ലം കുത്തനെ കയറിയാൽ, 1000 കൊല്ലം സമനിരപ്പിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നീട് 1000 കൊല്ലം കുത്തനെ ഇറങ്ങണം. ഇങ്ങനെ 3000 കൊല്ലം നിരന്തരം യാത്ര ചെയ്യാൻ ദൈർഘ്യം വരുന്ന യാത്ര സിറാത്ത് പാലത്തിൽ മാത്രം നിലകൊള്ളുന്നു. ഈ സിറാത്തിലെത്തുന്നതിന് മുമ്പ് 10,000-കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞു പോയിരിക്കും. ഇതൊക്കെ നമുക്ക് അനുഭവിക്കാനുള്ളതാ. ഇവിടെയൊക്കെ അനുഭവിക്കാൻ ഇവിടെയാണ് അധ്വാനിക്കേണ്ടത്. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. ഇവിടെ നിന്ന് എന്ത് സമ്പാദിച്ചോ അതേ നമുക്കവിടെ ഉണ്ടാവൂ. ഇപ്പോൾ എത്ര വേണമെങ്കിലും സമ്പാദിക്കാൻ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുന്ന വേദി. ഇവിടെ നാം പരാജയപ്പെട്ടാൽ നമ്മുടെ പരാജയം ശാശ്വതമായിരിക്കും. ഇവിടെ നമ്മൾ ഉണർന്നു പ്രവർത്തിച്ചാൽ ഇപ്പറയുന്ന കടമ്പകളൊക്കെ നിഷ്പ്രയാസം കടന്നു കയറി സുരക്ഷിതമായ ശാശ്വത കേന്ദ്രത്തിൽ നമുക്ക് എത്തിപ്പെടാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ربنا آتنا خير الدنيا പ്രിയ സഹോദരങ്ങളെ, ഖബർ ജീവിതത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നാം സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ കൂടി ഇന്ന് സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
അതങ്ങനെ പറഞ്ഞു തീർക്കാവുന്നതല്ല. വലിയ വിശാലമായ ഒരു വിഷയമാണ് ഖബറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. നാം വിചാരിക്കുന്നത് പോലെ ശ്മശാനം എന്നതിന് പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ബാഹ്യമായി മാത്രമാണ് ശ്മശാനം. അതിന്റെ അന്തർഭാഗം വലിയ ഒരു ലോകമാണ്. പുറത്ത് നിശ്ചലവും നിശബ്ദവുമായി ശാന്തമായ ഒരു ഭാഗം. മരണം എന്നതൊരിക്കലും ഒരു നാശമല്ല, മറിച്ച് ഒരു അവസ്ഥാമാറ്റമാണ്. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ തരണം ചെയ്ത് ഇവിടെ എത്തിയ മനുഷ്യൻ അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രയാണം മാത്രമാണ് മരണം എന്നത്. ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം താൽക്കാലികമായി വേർപ്പെടുത്തലാണ് മരണം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ശാശ്വതമായി ബന്ധം വേർപ്പെടുത്തുന്നില്ല, താൽക്കാലികമായി ശരീരത്തിലുള്ള സ്വാധീനം ആത്മാവിന് എടുത്തു കളയുന്നു. അങ്ങനെ ശരീരം നിശ്ചലമാവുകയും ആത്മാവ് സ്വതന്ത്രമാവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രക്രിയയാണ് മരണത്തിലൂടെ സംഭവിക്കുന്നത്. നേരത്തെ നാം പറഞ്ഞു, കാര്യമൊക്കെ വിശദമായി പറഞ്ഞതാണ്. മരണത്തോടുകൂടി ആത്മാവ് ശരീരത്തിൽ നിന്നുകൊണ്ട് വേർപെട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഒന്നിരിക്കൽ എല്ലിയീനിലോ അതല്ലെങ്കിൽ സിജ്ജീനിലോ, സത്യവിശ്വാസികളും സാലിഹീങ്ങളുമായ ആളുകളാണെങ്കിൽ സ്വർഗവുമായി ബന്ധപ്പെട്ട് ഏഴാനാകാശത്തിന്റെ ഉപരിയുള്ള എല്ലിയീൻ എന്ന പ്രദേശത്ത് അത് രജിസ്റ്റർ ചെയ്യപ്പെടുകയും, കാഫറുകളും പാപികളുമാണെങ്കിൽ ഏഴാം ഭൂമിന്റെ അടിയിൽ നരകവുമായി ബന്ധപ്പെട്ട സിജ്ജീൻ എന്ന പ്രദേശത്ത് അതിനെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യുക. അത് സെക്കൻഡുകൾക്കകം ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഉടനെ തന്നെ ഭൂമിയിലേക്ക് തന്നെ മടക്കപ്പെട്ട ഈ ആത്മാവ് ഈ മയ്യത്തിന്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലെങ്കിലും മയ്യത്തിനെ എന്ത് ചെയ്യുന്നു എന്ന് വ്യക്തമായി കാണുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നാം പറഞ്ഞു. അത് ഖബറിൽ വെച്ച് മയ്യത്ത് ഖബർ മൂടിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷെ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടെങ്കിലും സ്വാധീനം നഷ്ടപ്പെടുന്നു. ആത്മാവിനിപ്പോ നമ്മുടെ ശരീരത്തിൽ സ്വാധീനമുണ്ട്. ഇരിക്കാനും കിടക്കാനും നടക്കാനും പിടിക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ ആത്മാവിന് ശരീരത്തിലുള്ള സ്വാധീനം കൊണ്ടാണ്. ഈ സ്വാധീനം നഷ്ടപ്പെടുന്നു, അതോടുകൂടി ബന്ധം നിലനിൽക്കുന്നു. അതിന് മഹാന്മാരായ ഉലമാക്കൾ ഉദാഹരണമായി പറഞ്ഞത് ഉറക്കമാണ്. സ്വപ്നമല്ല, ഉറക്കം. ഉറങ്ങുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ആത്മാവുണ്ട്. പക്ഷേ ഉറക്കത്തോടുകൂടി ആത്മാവ് പുറത്ത് വഹിരിക്കാൻ തുടങ്ങുന്നു. ഉറങ്ങുന്നതോടുകൂടി ശരീരത്തിലുള്ള ആത്മാവ് പുറത്ത് വിഹരിക്കാൻ തുടങ്ങുന്നു. വുളുവോടുകൂടി ഉറങ്ങിയ മനുഷ്യനാണെങ്കിൽ അവന്റെ ആത്മാവ് സെക്കൻഡുകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് റബ്ബുൽ ഇസ്സത്ത് തമ്പുരാന്റെ അർശിങ്കലെത്തി സുജൂദ് ചെയ്യുന്നു. എന്നും നടക്കുന്ന സംഭവമായി പറയുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യൻ വുളുവോടുകൂടി ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കത്തോടുകൂടി ആത്മാവ് പുറപ്പെടുകയും അർശിൽ അല്ലാഹുവിനെ സുജൂദ് ചെയ്യുകയും ചെയ്യുന്നു. വുളു ഇല്ലാതെ, ശുദ്ധി ഇല്ലാതെയാണ് ഉറങ്ങിയതെങ്കിൽ ആ ആത്മാവും പുറപ്പെട്ട് സഞ്ചരിക്കുകയും, പക്ഷേ അർശിന്റെ അകലത്തിൽ മാത്രം, അർശിൽ സുജൂദ് ചെയ്യാൻ അനുമതിയില്ല. അർശിൽ നിന്നിട്ട് വിട്ട് ദൂരെ വെച്ച് മാത്രം സുജൂദ് ചെയ്യാൻ അനുമതി നൽകപ്പെടുകയും ചെയ്യുന്നു. അനന്തരം ഭൂമിയുടെ
വിശാല വിഹായസിലോ അന്തരീക്ഷത്തിലോ ആകാശലോകങ്ങളിലോ ഒക്കെ യഥേഷ്ടം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ ആത്മാവ്. അതുകൊണ്ട് തന്നെ അവന് ശരീരത്തിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ആത്മാവിന് ശരീരത്തിൽ സ്വാധീനമില്ല, പക്ഷെ ബന്ധമുണ്ട്. ഉറക്കത്തിൽ ഉദ്ദേശപൂർവ്വം കൈകാലം അനക്കാൻ പറ്റുമോ? എഴുന്നേറ്റ് നടക്കാൻ കഴിയോ? ഇരിക്കാൻ കഴിയോ? ചിലപ്പോൾ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനം കൊണ്ട് ചില അപസ്മാര രോഗികളൊക്കെ നടക്കുന്നത് അതല്ല പറയുന്നത്. ഉദ്ദേശപൂർവം ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. കാരണം എന്താ? ഈ ആത്മാവ് പുറപ്പെട്ട് ബന്ധം നിലനിർത്തി സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഉറക്കത്തിൽ തന്നെ. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലത്തി ഖളാ അലൈഹൽ മൗത വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മ. ഇത് സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ് കാര്യം. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലത്തി ഖളാ അലൈഹൽ മൗത വയുർസിലു അലൈഹിൽ ഉഖ്റാ. മരണപ്പെട്ട ശരീരത്തിൽ നിന്നിട്ട് ആത്മാവ് പുറപ്പെടുന്നു, ഉറങ്ങിയ ശരീരത്തിൽ നിന്നും ആത്മാവ് പുറപ്പെടുന്നു. ആയുസ് എത്തിക്കഴിഞ്ഞ മരണം സംഭവിച്ച ആത്മാവാണെങ്കിൽ ഫയുംസികുല്ലത്തി ഖളാ അലൈഹിൽ മൗത്, തിരിച്ചു വന്ന് ശരീരത്തിൽ സ്വാധീനം സ്ഥാപിക്കുന്ന നിലക്ക് പുനഃപ്രവേശനം നൽകാൻ സാധ്യമല്ല, അതിനവിടെ തടയപ്പെടുന്നു മരണപ്പെട്ടതാണെങ്കിൽ. വയുർസിലുൽ ഉഖ്റാ, മറിച്ച് മരണം സംഭവിക്കാത്ത ആത്മാവാണെങ്കിൽ അതിനെ തിരിച്ചിങ്ങോട്ട് വരാനുള്ള ഇർസാൽ അവിടെ നിന്ന് അയച്ചിരുന്നു. രണ്ടിലും മരണപ്പെടുമ്പോഴും ഉറങ്ങുമ്പോഴും ആത്മാവ് ശരീരത്തിൽ നിന്നിട്ട് പുറപ്പെടുന്നു. പക്ഷെ മരണവും തമ്മിൽ വ്യത്യാസം എന്താ? തിരിച്ചു വരാനുള്ള സ്വാതന്ത്ര്യവും പുനഃപ്രവേശനവും ശരീരത്തിൽ പ്രവർത്തിക്കാനുള്ള സ്വാധീനവും ഒക്കെ ഉറങ്ങിയ ശരീരത്തിന് തിരിച്ചു കിട്ടുന്നു. മരണപ്പെട്ടതിന് അത് തിരിച്ചു കിട്ടില്ല, മറിച്ച് ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും. സ്വാധീനവും ബന്ധവും വിച്ഛേദിക്കപ്പെടുകയാണ് മരണം കൊണ്ട്. പിന്നീട് സ്വാധീനം നഷ്ടപ്പെടുകയും ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു ഖബറിൽ വെക്കുന്നതോടുകൂടി. ഇപ്പോൾ ശരീരത്തിന് പ്രവർത്തിപ്പിക്കാനുള്ള സ്വാധീനം ഈ ആത്മാവിനില്ലെങ്കിലും ഈ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആത്മാവിന് അനുഭവിക്കുന്നതൊക്കെ ശരീരത്തിനും അനുഭവവേദ്യമാകുന്ന നിലക്ക്, ശരീരത്തിന് അനുഭവപ്പെടുന്നതൊക്കെ ആത്മാവിനും അറിയുന്ന നിലക്ക് ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു.